സ്ക്രീൻ കാണാൻ കഴിയുന്നുണ്ടല്ലോ അല്ലേ? സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ് വരെ നമ്മൾ നിർത്തിയത് ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് വർക്കിന്റെ എസ്റ്റിമേഷൻ ആണ്. അതിന്റെ ഡിഡക്ഷൻ നോക്കി. അപ്പൊ നമുക്ക് എന്താണ് നമ്മൾ ചെയ്തതെന്നുള്ള കാര്യം നമ്മൾ ഒന്നും കൂടി നമുക്ക് നോക്കാം. അതിനകത്ത് ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പം ഇതിനകത്ത് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് 1.5 മീറ്റർ ആണ് നമ്മളുടെ കൾവേർട്ടിന്റെ സ്പാൻ. അതാണ് ഓപ്പണിംഗ് സ്പാൻ വരുന്നത് കൾവേർട്ടിന്റെ. അതിന്റെ മുകളിൽ സ്ലാബ് വെച്ചിട്ടുണ്ട്. സ്ലാബിന് ബിയറിംഗ് ഉണ്ട്. ഇപ്പൊ നിലവിൽ നമ്മൾ നോക്കിയിരിക്കുന്നത് ആദ്യം എർത്ത് വർക്ക് എക്സ്കവേഷൻ ആണ്. ഇതാണ് അതിന്റെ ക്രോസ് സെക്ഷനും താഴെയാണ് അതിന്റെ പ്ലാൻ തന്നിരിക്കുന്നത്. അപ്പൊ പ്ലാൻ പ്രകാരം നമ്മൾ എന്ത് ചെയ്തു? എർത്ത് വർക്ക് എക്സ്കവേഷന്റെ ക്വാണ്ടിറ്റി കണ്ടുപിടിച്ചു. എർത്ത് വർക്ക് എക്സ്കവേഷന്റെ ക്വാണ്ടിറ്റി കണ്ടുപിടിച്ച എങ്ങനെയാ? നമ്മൾ അബട്ട്മെന്റും വിങ് വാൾസും ആയിട്ട് ഡിവൈഡ് ചെയ്തു. അബട്ട്മെന്റ് ടോട്ടൽ ഒരു സൈഡിൽ ഒരു അബട്ട്മെന്റും 2 വിങ് വാൾസ് ആണുള്ളത്. സോ 2 സൈഡിലും കൂടെ 2 അബട്ട്മെന്റും 4 വിങ് വാൾസും വരും. അപ്പൊ അതിന്റെയൊക്കെ താഴെ അത് എല്ലാം ബ്രിക്ക് വർക്കിലാണ് ചെയ്തിരിക്കുന്നത്, അബട്ട്മെന്റ്സും വിങ് വാൾസും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എസ്റ്റിമേഷൻ എടുക്കുമ്പോൾ ബ്രിക്ക് വാൾ അതിന്റെ താഴെ നമ്മൾ ഫൗണ്ടേഷൻ കൊടുക്കണം. അപ്പൊ താഴത്തെ ഫൗണ്ടേഷൻ നമ്മളുടെ ക്വസ്റ്റ്യനിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. കോൺക്രീറ്റ് ഫൗണ്ടേഷൻ ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. 30 സെന്റിമീറ്റർ തിക്ക് കോൺക്രീറ്റ് ഫൗണ്ടേഷൻ ആണ്. 70 സെന്റിമീറ്റർ ആണ് ഇതിന്റെ വിത്ത് കോൺക്രീറ്റ് ഫൗണ്ടേഷൻ. ഇത് ത്രൂ ഔട്ട് ഈ നമ്മളുടെ അബട്ട്മെന്റും വിങ് വാൾസും വരുന്നതിന്റെ താഴെ കൊടുത്തിട്ടുണ്ട്. സോ നമ്മൾ ആദ്യം എർത്ത് വർക്ക് എക്സ്കവേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എർത്ത് വർക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് 60 സെന്റിമീറ്റർ താഴെ വരെയാണ് എർത്ത് വർക്ക് എക്സ്കവേഷൻ നടത്തേണ്ടത്. കാര്യം അവിടെ വരെയാണ് നമുക്ക് ഫൗണ്ടേഷൻ കൊടുത്തിട്ടുള്ളത്. ഫൗണ്ടേഷൻ ഡെപ്ത് എന്ന് പറഞ്ഞാൽ 60 സെന്റിമീറ്റർ ബിലോ ദ ഗ്രൗണ്ട് ലെവലാണ്. സോ 60 സെന്റിമീറ്റർ ആണ് നമ്മുടെ ഫൗണ്ടേഷന്റെ എർത്ത് വർക്ക് എക്സ്കവേഷന്റെ ഡെപ്ത്. അതേപോലെ അബട്ട്മെന്റിന്റെയും വിങ് വാൾസിന്റെയും താഴെ നമ്മൾ എർത്ത് വർക്ക് എക്സ്കവേഷൻ നടത്തണം. ലെങ്ത് ആണ് ഇനി കണ്ടുപിടിക്കാനുള്ളത്. 2 അബട്ട്മെന്റും 4 വിങ് വാൾസ് ആണ് ടോട്ടൽ ഉള്ളത്. ഒരു സൈഡിൽ ഒരു അബട്ട്മെന്റും 2 വിങ് വാൾസും. ലെങ്ത് കണ്ടുപിടിച്ചെന്താണെന്ന് വെച്ചാൽ അബട്ട്മെന്റ് ലെങ്ത്, അബട്ട്മെന്റ് താഴെയുള്ള എർത്ത് വർക്ക് എക്സ്കവേഷന്റെ ലെങ്ത് 4.8 പ്ലസ് 0.15 പ്ലസ് 0.15, അപ്പം 5.1 എന്ന് കിട്ടും. ബ്രെഡ്ത്ത് 0.7. അതേപോലെ വിങ് വാൾസിന് താഴെയുള്ള എർത്ത് വർക്ക് എക്സ്കവേഷന്റെ ലെങ്ത് 1.2 മീറ്റർ ആണ്, വിഡ്ത്ത് 0.7 മീറ്റർ ആണ്. ഇതാണ് നമ്മളവിടെ എഴുതിയിരിക്കുന്നത്. അങ്ങനെ നമ്മൾ എർത്ത് വർക്ക് എക്സ്കവേഷൻ കണ്ടുപിടിച്ചു. അതിന്റെ ഡെപ്ത് 0.6 മീറ്റർ ആണ്. അതേപോലെ തന്നെ നെക്സ്റ്റ് ചെയ്തത് ബ്രിക്ക് വർക്ക് എസ്റ്റിമേഷൻ ആണ്. അപ്പം ബ്രിക്ക് വർക്ക് അല്ല, സിമെന്റ് കോൺക്രീറ്റിന്റെ ഫൗണ്ടേഷനിൽ കൊടുക്കുന്ന സിമെന്റ് കോൺക്രീറ്റിന്റെ എസ്റ്റിമേഷൻ. അപ്പൊ നമ്മൾ എർത്ത് വർക്ക് എക്സ്കവേഷൻ നടത്തി അത്രയും ഡെപ്തിൽ നമ്മൾ സിമെന്റ് വർക്ക് കൊടുക്കുന്നില്ല. ഫിഗർ പ്രകാരം സിമെന്റ് കോൺക്രീറ്റ് ഫൗണ്ടേഷനിൽ കൊടുത്തിരിക്കുന്നത് 30 സെന്റിമീറ്റർ തിക്കായിട്ട് മാത്രമാണ്. ബാക്കിയെല്ലാം എർത്ത് വർക്ക് എക്സ്കവേഷന്റെ ബാക്കി എല്ലാ ഡയമെൻഷൻസും, അതായത് ലെങ്ത്തും ബ്രെഡ്ത്തും സെയിം ആണ് സിമെന്റ് കോൺക്രീറ്റ് ഫൗണ്ടേഷനും ആയിട്ട് നോക്കുമ്പോൾ. പക്ഷെ വ്യത്യാസം എന്ന് പറയുന്നത് ഡെപ്തിൽ മാത്രമാണ്. എർത്ത് വർക്ക് എക്സ്കവേഷൻ 60 സെന്റിമീറ്റർ ഡെപ്ത് ആയിരുന്നെങ്കിൽ സിമെന്റ് കോൺക്രീറ്റ് ഫൗണ്ടേഷൻ 30 സെന്റിമീറ്റർ ഡെപ്തിൽ കൊടുക്കുന്നുള്ളൂ. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ സിമെന്റ് കോൺക്രീറ്റ് ഫൗണ്ടേഷൻ എഴുതുക. ലെങ്ത് 5.1 മീറ്റർ ആണ് അബട്ട്മെന്റിന്റെ. 2 അബട്ട്മെന്റ് ഉണ്ട് 2 സൈഡിലായിട്ട്. വിഡ്ത്ത് 0.7 തന്നെ, ഡെപ്ത് മാത്രം മാറ്റം ഉണ്ടാവും. നേരത്തെ എർത്ത് വർക്ക് എക്സ്കവേഷൻ 0.6 മീറ്ററിൽ ഡെപ്ത് നമ്മൾ എർത്ത് വർക്ക് എക്സ്കവേഷൻ നടത്തി. പക്ഷെ ഇവിടെ നമ്മൾ 0.3 മീറ്ററിൽ നമ്മൾ ഫൗണ്ടേഷനിൽ നമ്മൾ കോൺക്രീറ്റ് എടുക്കുന്നുള്ളൂ. അങ്ങനെ നമ്മൾ സിമെന്റ് കോൺക്രീറ്റ് ഫൗണ്ടേഷൻ നമ്മൾ കണ്ടുപിടിച്ചു. നെക്സ്റ്റ് നമ്മൾ പോയത് ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് വർക്ക് 1:4. നമ്മുടെ ഫിഗർ പ്രകാരം നമ്മളുടെ അബട്ട്മെന്റ്സും വിങ് വാൾസും കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ബ്രിക്ക് വാൾസ് യൂസ് ചെയ്തിട്ടാണ്. സോ ബ്രിക്ക് വർക്കിന്റെ എസ്റ്റിമേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ബ്രിക്ക് വർക്കിന്റെ അബട്ട്മെന്റിലെ ലെങ്ത് എന്ന് പറയുന്നത് 4.8 മീറ്റർ ആണ്, നമ്മൾ ഫിഗർ തന്നിട്ടുണ്ട്. വിങ് വാൾസിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 1.2 മീറ്റർ ആണ്. ഇത് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഈ 1.2 മീറ്റർ ആയിരിക്കും ഈ വിങ് വാൾസിന്റെ ലെങ്ത് വരിക, ഓരോ വിങ് വാളിന്റെ ലെങ്ത് വരിക. വിഡ്ത്ത് 40 സെന്റിമീറ്റർ ആണ് ത്രൂ ഔട്ട്. അപ്പൊ അത് വെച്ച് നമ്മൾ കണ്ടുപിടിക്കുക. പിന്നെ ഹൈറ്റ് തന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കോൺക്രീറ്റ് ഫൗണ്ടേഷന്റെ തൊട്ട് മുകളിൽ നിന്ന് ടോപ്പ് വരെ ഉള്ള ബ്രിക്ക് വർക്ക് വാളിന്റെ എസ്റ്റിമേഷൻ ഹൈറ്റ് എന്ന് പറയുന്നത് 0.3 പ്ലസ് 1 പ്ലസ് 0.2, 1.5 മീറ്റർ ഹൈറ്റ് വരും. നമ്മളുടെ അബട്ട്മെന്റിന്റെയും വിങ് വാൾസിന്റെയും ബ്രിക്ക് വർക്കിന്റെ ടോട്ടൽ ഹൈറ്റ് 1.5 മീറ്റർ ആണ് വരിക. അതായത് 0.2 മീറ്റർ നമ്മൾ സ്ലാബ് പ്ലേസ് ചെയ്തിരിക്കുന്ന ആ ഒരു സ്ഥലത്തെ
പിന്നെ ഉള്ള അതിന്റെ താഴെ മുതൽ ഗ്രൗണ്ട് ലെവൽ വരെ 1 മീറ്റർ, പിന്നെ ഗ്രൗണ്ട് ലെവൽ താഴോട്ട് 30 സെന്റിമീറ്റർ. അപ്പം ഇതാണ് ടോട്ടൽ ഹൈറ്റ് വരുന്നത് 1.5 മീറ്റർ ആണ്. അത് വെച്ച് നമ്മൾ ബ്രിക്ക് വർക്കിന്റെ എസ്റ്റിമേഷൻ നമ്മൾ കണ്ടുപിടിച്ചു. 2 അപ്പാർട്ട്മെന്റും 4 വിങ് വാൾസ് ആണുള്ളത്. നമ്മൾ ബ്രിക്ക് കണ്ടുപിടിച്ച ശേഷം ഇതിനകത്ത് നമ്മൾ ഡിഡക്ട് ചെയ്യണം. ഡിഡക്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബ്രിക്ക് വർക്ക് എസ്റ്റിമേഷൻ നടത്തിയപ്പോൾ നമ്മൾ അസ്യൂം ചെയ്തത് ഇവിടെ സ്ലാബ് ഇല്ല എന്നതാണ്. പക്ഷെ സ്ലാബ് വരുമ്പോൾ എന്ത് ചെയ്യണം, ആ സ്ലാബിന് പ്ലേസ് ചെയ്യിക്കാൻ വേണ്ടി ഒരു ബിയറിംഗിന്റെ ഒരു വിട്ട് നമ്മൾ മാറ്റി വെക്കണം. അപ്പൊ ബിയറിംഗിന്റെ വിട്ട് മാറ്റി വെക്കുന്നത് 30 സെന്റിമീറ്റർ എന്നാണ് ബിയറിംഗ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ 30 സെന്റിമീറ്റർ വിട്ടില് ബ്രിക്ക് വർക്ക് വരില്ല. അത് നമ്മൾ വാളിന് സ്ലാബിനെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ബ്രിക്ക് വാളില് നമ്മൾ ഗ്യാപ്പ് വിടുന്നത്. 30 സെന്റിമീറ്റർ അവിടെ വിടുത്ത് വിടുന്നുണ്ട്. അതേപോലെ ടോപ്പിൽ 20 സെന്റിമീറ്റർ ഡെപ്ത് നമ്മൾ ഒഴിവാക്കുന്നുണ്ട്. അപ്പൊ അതാണ് നമ്മുടെ ഇവിടുത്തെ ഡിഡക്ഷൻ വരുന്നത്. ഡിഡക്ഷൻ വരെന്ന് പറയുമ്പോൾ എന്തുവരും, രണ്ട് ഡിറക്ഷൻ എടുക്കണം, 2 സൈഡിലായിട്ട്. അതായത് 2 അപ്പാർട്ട്മെന്റ് ഉണ്ട് 2 സൈഡിലായിട്ട്, സ്പാനിന്റെ 2 അറ്റത്ത്, സ്ലാബ് വെച്ചിരിക്കുന്നതിന്റെ 2 അറ്റത്ത്. അപ്പം ഒരു സൈഡിലത്തെ ഡിഡക്ഷൻ 30 സെന്റിമീറ്റർ ബൈ 0.2 മീറ്റർ ബൈ ടോട്ടൽ ലെങ്ത് 4.8 മീറ്റർ ആണ് ഡിഡക്ഷൻ. അപ്പൊ അതാണ് നമ്മളിവിടെ ഡിഡക്ഷനിൽ കാണിച്ചിരിക്കുന്നത്. 2 ലെങ്ത് ഉണ്ട്, 4.8 മീറ്റർ ലെങ്ത്തിൽ, 0.3 വിഡ്ത്തിൽ, 0.2 ഹൈറ്റിൽ നമ്മൾ ഡിഡക്ട് ചെയ്യണം സ്ലാബിനെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഡിഡക്ഷൻ കണ്ടുപിടിച്ച ശേഷം നമ്മൾ ടോട്ടൽ ബ്രിക്ക് വർക്കിന്റെ ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് വർക്കിന്റെ വോളിയമാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. 8.06 മീറ്റർ ക്യൂബ് നമുക്ക് കിട്ടും. ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തത്. പിന്നെ നമ്മൾ ഇതിന്റെ കണ്ടിന്യൂഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതുവരെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, എന്തെങ്കിലും ചോദിക്കാം. ഇതുവരെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? അതൊന്ന് റെസ്പോണ്ട് ചെയ്യും. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല സർ, ക്ലിയർ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഫിഗർ നോക്കിയാൽ എന്താ മനസ്സിലാക്കുന്നത്, ബ്രിക്ക് വർക്ക് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് സ്ലാബിന്റെ വർക്കാണ്. അപ്പൊ സ്ലാബിന്റെ വർക്കിനകത്ത് 2 കാര്യം വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ എന്താണ്, സ്ലാബിനകത്ത് RCCന്റെ വോളിയം കണ്ടുപിടിക്കാനുണ്ട്. അതേപോലെ അതിനകത്തുള്ള റീഇൻഫോഴ്സ്മെന്റ് ഡീറ്റെയിൽസ്, റീഇൻഫോഴ്സ്മെന്റ് എസ്റ്റിമേഷൻ നടത്താനുണ്ട്, ബാർ ബെൻഡിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അപ്പൊ ഇതൊക്കെ ഞാൻ നേരത്തെ എടുത്തിട്ടുള്ളതുകൊണ്ട് ബാർ ബെൻഡിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നില്ല. അത് നമ്മൾ നേരത്തെ ചെയ്ത സ്ലാബ് ഉണ്ട്, RCCന്റെ സ്ലാബിന്റെ സെയിം ബാർ ബെൻഡിങ് ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉള്ളത്. അപ്പൊ അത് സെയിം ആസ് സ്ലാബ് ഡിസൈൻ, സ്ലാബ് എസ്റ്റിമേഷൻ ആണ് എന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. അപ്പൊ ഇനി അഥവാ എന്തെങ്കിലും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ എന്ത് ചെയ്യാനനുസരിച്ച് മാറ്റുക, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത സ്ലാബിന്റെ എസ്റ്റിമേഷനുള്ള സെയിം പ്രൊസീജിയർ ഫോളോ ചെയ്യുക. അതേപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സും പറഞ്ഞാണ്, ഇപ്പൊ ബ്രിക്ക് വാൾസ്, അപ്പാർട്ട്മെന്റ്സും വിങ് വാൾസും റിക്വയറിക്കലല്ല RCCയിലാണ് തരുന്നതെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാം. അതിനകത്ത് സ്റ്റീൽ റീഇൻഫോഴ്സ്മെന്റ് ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവും, അതിനനുസരിച്ച് ചെയ്യാം. നമ്മൾ റിട്ടേണിംഗ് വാൾ ചെയ്താണ് ഏകദേശം അതുപോലെ ആയിരിക്കും വരിക. അപ്പം പിന്നെ വരുന്നത് അങ്ങനെ നോർമൽ കേസുകളിൽ വരുമ്പോൾ നോർമൽ കേസ് അങ്ങനെയാണ് വരിക. ഇത് പഴയ ഒരു ക്വസ്റ്റൻ ആയതുകൊണ്ടാണ് ശരിക്കും ബ്രിക്ക് വർക്ക് വാൾ വരുന്നത്. എവിടെയും ബ്രിക്ക് വർക്ക് യൂസ് ചെയ്യാറില്ല. അപ്പൊ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്ലാബാണ്, സ്ലാബിന്റെ എസ്റ്റിമേഷൻ. അപ്പൊ സ്ലാബിനകത്ത് ചെയ്യാനുള്ളത് 2 കാര്യങ്ങളാണ്. ഒന്ന് അവിടുത്തെ RCCന്റെ, അതായത് കോൺക്രീറ്റിന്റെ വോളിയം കണ്ടുപിടിക്കുക. രണ്ടാമത് സ്റ്റീലിന്റെ, അതിനകത്ത് യൂസ് ചെയ്ത സ്റ്റീലിന്റെ വോളിയം, അതിന്റെ ബാർ ബെൻഡിങ് ഷെഡ്യൂളും കണ്ടുപിടിക്കുക. അപ്പൊ ബാർ ബെൻഡിങ് ഷെഡ്യൂളും സ്റ്റീലിന്റെ വോളിയം ഞാൻ പറഞ്ഞില്ല, നേരത്തെ ചെയ്തിട്ടുള്ളതുകൊണ്ട് സെയിം പ്രൊസീജിയർ ഫോളോ ചെയ്താൽ മതി. കോൺക്രീറ്റിന്റെ വോളിയം കണ്ടുപിടിക്കാം. കോൺക്രീറ്റിന്റെ വോളിയം കണ്ടുപിടിക്കുമ്പോൾ എന്തൊക്കെ വേണം, നമുക്ക് സ്ലാബിന്റെ ഡെപ്ത് 20 സെന്റിമീറ്റർ എന്നറിയാം. സ്ലാബിന്റെ ടോട്ടൽ സ്പാൻ എന്ന് പറയുന്നത് 1.5 പ്ലസ് 0.3 പ്ലസ് 0.3, അപ്പം 2.1 മീറ്റർ എന്ന് വരും ടോട്ടൽ സ്പാൻ. ടോട്ടൽ വിഡ്ത്ത്, സ്ലാബിന്റെ ടോട്ടൽ വിഡ്ത്ത് 4.8 മീറ്റർ ആണ്. അപ്പൊ ഇങ്ങനെയാണ് സ്ലാബ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പം അത് ചെയ്ത് കഴിയുമ്പോൾ സ്ലാബിന്റെ എസ്റ്റിമേഷൻ എന്ന രീതി നമുക്ക് എഴുതാം. ഒരു മിനിറ്റ്.
അപ്പോൾ നമ്മളുടെ ഫോർത്ത് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്, ഫോർത്ത് പർട്ടിക്കുലേഴ്സ് എന്ന് പറയുന്നത് RCC സ്ലാബാണ്. സ്ലാബ് അതിനകത്ത് വരുന്നത് RCC സ്ലാബിനകത്ത് വരുന്നത് RCC വർക്ക് 1:2:4 എന്നാണ് വർക്ക് ഉണ്ടാവുക. 1:2:4 സ്ലാബ്. അത് പ്രത്യേകം മെൻഷൻ ചെയ്യണം, എന്താണ് എക്സ്ക്ലൂഡിങ് സ്റ്റീൽ ആൻഡ് ഇറ്റ്സ്, അതായത് കോൺക്രീറ്റ് വോളിയം മാത്രമേ എടുക്കുന്നുള്ളൂ. നമ്മൾ സ്റ്റീലിന്റെ വോളിയം അതിന്റെ കൂടെ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നില്ല. അത് വേറെ സ്റ്റെപ്പ് ആയിട്ടാണെന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. എക്സ്ക്ലൂഡിങ് സ്റ്റീൽ ആൻഡ് ഇറ്റ്സ് ബെൻഡിങ് ബട്ട് including centering, shuttering and binding. Excluding steel and its bending but including centering and shuttering. അതായത് നമ്മൾ ഇങ്ങനെ ഒരു വോളിയം കണ്ടുപിടിച്ച് കൊടുക്കുമ്പോൾ, കോൺട്രാക്ടർക്ക് വോളിയം കൊടുക്കുമ്പോൾ ആ കോൺട്രാക്ടർ അതിനുള്ള സെന്ററിങ്ങിന്റെ ഷട്ടറിങ്ങിന്റെ ഒക്കെ ഉൾപ്പെടെയുള്ള കോസ്റ്റ് ആണ് നമ്മൾ ഇതിന്റെ കൂടെ കൊടുക്കുന്നത് എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കുകയാണെങ്കിൽ എങ്ങനെയാന്ന് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ, സെന്ററിങ്ങും ഷട്ടറിങ്ങും ഫോം വർക്കും ഒക്കെ. അതിന്റെ സർഫസിന്റെ ഏരിയ കണ്ടുപിടിക്കുക. നമ്മളുടെ ഏതാണോ നമ്മളുടെ പർട്ടിക്കുലർസ് അതിന്റെ സർഫസ് ഏരിയ കണ്ടുപിടിച്ചിട്ട് ആ ഏരിയയിലാണ് സെന്ററിങ് ഷട്ടറിങ് കൊടുക്കേണ്ടത്, ഇതിന്റെ ഫോം വർക്കിന്റെ കൊടുക്കേണ്ടത്. പക്ഷെ ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് സ്റ്റീലും അതിന്റെ ബെൻഡിങ് വർക്കുകൾ നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, പക്ഷെ ഷട്ടറിങ് ഉൾപ്പെട്ട കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഇതേ രീതി നമ്മൾ കോൺട്രാക്ടർക്ക് കൊടുക്കുമ്പോൾ കോൺട്രാക്ടർ എന്ത് ചെയ്യണം, ഈ റേറ്റിന് ആ സെന്ററിങ് ഷട്ടറിങ് ഉൾപ്പെടെയുള്ള വർക്ക് ചെയ്തു തരണം എന്നാണ് അതിന്റെ അർത്ഥം. അപ്പം എത്രയുണ്ട് സ്ലാബ് നമ്പേഴ്സ്? ഒരു സ്ലാബാണുള്ളത്. സ്ലാബിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്, ലെങ്ത് എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ 2.1 എന്ന് എഴുതാം. സ്പാൻ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 4.8 വരും. പിന്നെ അതിന്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ 0.2 വരും അല്ലേ? ക്വസ്റ്റ്യൻ നോക്കിയേ. ലെങ്ത് പറഞ്ഞാൽ 1.5 പ്ലസ് രണ്ട് സൈഡിലും 30 സെന്റിമീറ്റർ ബെയറിംഗ് ഉണ്ട്. അപ്പോൾ 1.5 പ്ലസ് 0.3 പ്ലസ് 0.3, 1.5 പ്ലസ് 0.3 പ്ലസ് 0.3. സ്പാൻ വരുമ്പോൾ 2.1 മീറ്റർ വരും. വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ അബട്ട്മെന്റിന്റെ സെയിം വിഡ്ത്തിലാണ്, അബട്ട്മെന്റിന്റെ മുകളിലാണ് പ്ലേസ് ഉണ്ടാവും. അപ്പോൾ 4.8 മീറ്റർ ആണ് നമ്മുടെ സ്ലാബിന്റെ വിഡ്ത്ത്. അതുപോലെ തിക്നെസ് എന്ന് പറഞ്ഞാൽ 0.2 മീറ്റർ ആണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ എഴുതുക. 2.1, 4.8, 0.2 മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് ആൻസർ വരുന്നത് 2.01 മീറ്റർ ക്യൂബ് എന്നാണ് നമുക്ക് ആൻസർ വരിക. 2.01 മീറ്റർ ക്യൂബ് എന്നാണ് നമ്മളുടെ ആൻസർ വരിക RCC വർക്ക്. അപ്പം 2.01 മീറ്റർ ക്യൂബ് കോൺക്രീറ്റ് നമുക്ക് ആവശ്യമുണ്ട്. ഇത് നമ്മൾ ഈ ക്വാണ്ടിറ്റി നമ്മൾ ആർക്ക് കൊടുക്കുമ്പോൾ, കോൺട്രാക്ടർ കൊടുക്കുമ്പോൾ, കോൺട്രാക്ടർ എത്രയാണ് നമ്മൾ റേറ്റ് പറയുന്നത് അതിന് 2.01 മീറ്റർ ക്യൂബ് കോൺക്രീറ്റ് എത്തിക്കണം. അതിന്റെ കൂടെ സെന്ററിങ്ങും ഷട്ടറിങ്ങിനുള്ള മെറ്റീരിയൽസും അതിന്റെ ലേബർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്തു തരണം. അപ്പൊ അതാണ് നമ്മൾ ഈ ഇതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഇതൊന്നും മെൻഷൻ ചെയ്യാതെ RCC വർക്ക്, അതായത് ജസ്റ്റ് കോൺക്രീറ്റ് 2.01 മീറ്റർ ക്യൂബ് മാത്രം പറയുകയാണെങ്കിൽ അത് ഒരു പക്ഷേ സെന്ററിങ്ങും ഷട്ടറിങ്ങും നമ്മുടെ ഭാഗത്ത് നിന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് കോൺക്രീറ്റ് മാത്രം നമ്മൾ വേറെ സബ് കോൺട്രാക്ടറിൽ നിന്ന് വാങ്ങണം. അപ്പൊ അതാണ് എന്റെ അർത്ഥം. പിന്നെ നെക്സ്റ്റ് ഫിഫ്ത്ത് എന്ന് പറഞ്ഞാൽ സ്ലാബിനകത്ത് എന്താണ് വരിക? സ്റ്റീൽ ബാർസ് വരും അല്ലെ? അപ്പം സ്റ്റീൽ ബാർസ് വരുമ്പോൾ അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കൂട്ടണം. തൽക്കാലം ഞാൻ ഇപ്പൊ എഴുതുന്നില്ല, കാരണം അത് നമ്മുടെ നേരത്തെ സ്ലാബ് ചെയ്ത സെയിം പ്രൊസീജിയർ തന്നെയാണ്. അപ്പം സ്റ്റീൽ ബാർസ് ഇൻ RCC സ്ലാബ് ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ നിങ്ങൾ എക്സാം എഴുതുകയാണെങ്കിൽ നിങ്ങൾ കൊടുക്കുക. അത്ര ഡീറ്റെയിൽ ആയിട്ട് എഴുതണ്ട, കാര്യം അതിനകത്തൊരു പാർട്ട് മാത്രമാണല്ലോ, നമ്മുടെ ടോട്ടൽ ക്വസ്റ്റിനകത്തൊരു പാർട്ട് മാത്രമാണ്. അപ്പൊ നമ്മൾ ഒരു RCC സ്ലാബിന്റെ എസ്റ്റിമേഷൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എസ്റ്റിമേഷൻ നടക്കുന്ന പോലെ ചെയ്യണ്ട. ടോട്ടൽ ലെങ്ത് ഒക്കെ ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്താൽ മതി. അപ്പൊ അത് സെയിം ആസ് RCC സ്ലാബ് എഴുതുന്നത്. നമ്മുടെ RCC സ്ലാബിന്റെ സെയിം സ്റ്റീൽ ബാറിന്റെ കാര്യങ്ങളൊക്കെയാണ് ഫോളോ ചെയ്യുന്നത്. കാരണം ഇതിനകത്തും പറഞ്ഞിരിക്കുന്നത് കണ്ടില്ലേ, ഇവിടെ ഒരു ബെൻഡിങ് ഒക്കെ വരുന്നുണ്ട്, ബെൻഡഡ് ബാർസ് ഉണ്ട്, സ്ട്രെയിറ്റ് ബാർസ് ഉണ്ട്. ഓൾമോസ്റ്റ് സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത്. നമ്മൾ സൂക്ഷിച്ചൊക്കെ മനസ്സിലാവും. അതല്ലേ? അപ്പോ നമ്മൾ RCC സ്ലാബിലെ
സ്റ്റീൽ റീഇൻഫോഴ്സ്മെന്റിനും അതിന്റെ ബെൻഡിങ് ഷെഡ്യൂളൊക്കെ നമ്മൾ സ്കിപ്പ് ചെയ്തിരിക്കുന്നതാണ്. ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് പർട്ടിക്കുലേഴ്സ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യേണ്ടത് എന്താണ്, ഇതിന്റെ മുകളിൽ ഒരു വിയറിംഗ് കോട്ടിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ മുകളിൽ വിയറിംഗ് കോട്ടിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് 10 സെന്റിമീറ്റർ സിമെന്റ് കോൺക്രീറ്റ് വിയറിംഗ് കോട്ട്. അതായത് RCC സ്ലാബ് നമുക്ക് വെറുതെ നമുക്ക് എക്സ്പോസ് ചെയ്ത് നമുക്ക് റോഡുമായിട്ട് വെക്കാൻ കഴിയില്ല. അതിന്റെ മുകളിൽ നമ്മൾ വിയറിംഗ് കോഴ്സ് കൊടുക്കണം. കാര്യം കണ്ടില്ലേ, ഇവിടം വരെ റോഡ് വരുന്നുണ്ട്. ഇതൊരു റോഡാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷമാണ് നമ്മൾ അബട്ട്മെന്റ് വരുന്നത്. അപ്പൊ അബട്ട്മെന്റ് ആ റോഡിന്റെ ഹൈറ്റിനേക്കാൾ കുറച്ച് താത്തിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടാവുക. ബാക്കി റോഡിന്റെ സെയിം ലെവലിൽ എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു വിയറിംഗ് കോട്ട് കൊടുക്കും. അപ്പൊ രണ്ട് ഉദ്ദേശമാണുള്ളത്. ഒന്ന്, ഒരു യൂണിഫോം സർഫസ് ആക്കുക, നമ്മളുടെ നേരത്തെ വരുന്ന റോഡിന്റെ സെയിം ഹൈറ്റിലേക്ക് എത്തിക്കുക. പിന്നെ അതിന്റെ കൂടെ RCC സ്ലാബിന് ഒരു പ്രൊട്ടക്ഷൻ എന്ന രീതിയിലും നമ്മൾ വിയറിംഗ് കോട്ട് കൊടുക്കുക. അപ്പൊ RCC സ്ലാബ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എക്സ്പോസ് ചെയ്യാൻ കഴിയില്ല. കാരണം എന്താ വെച്ചാൽ കാലക്രമേണ എന്ത് സംഭവിക്കും, വണ്ടികൾ പോയി ചെറിയ അബട്ട്മെന്റ് ആണ്, വണ്ടികൾ തുടർച്ചയായിട്ട് പോയിക്കൊണ്ട് അതിന്റെ ഒരു പക്ഷേ അതിന്റെ കവറൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അതിന്റെ മുകളിൽ നിന്ന് ചില അഗ്രഗേറ്റ്സ് ഒക്കെ എക്സ്പോസ്ഡ് ആവും. അവിടെ നിന്ന് എന്ത് ചെയ്യും, വലിയ രീതിയിൽ സംഭവിക്കും, വാട്ടർ പെനിട്രേറ്റ് ചെയ്യും. വാട്ടർ പെനിട്രേറ്റ് ചെയ്ത് എന്താണ് സംഭവിക്കുക, നമ്മുടെ സ്റ്റീൽ ബാർസ് കൊറോഡ് ചെയ്യാൻ തുടങ്ങും. സ്റ്റീൽ ബാർസ് കൊറോഡ് ചെയ്യാൻ തുടങ്ങിയാൽ പിന്നീട് വലിയ ക്രാക്സിലേക്ക് എത്തും. കാര്യം സ്റ്റീൽ കൊറോഡ് ചെയ്യുമ്പം ആ കൊറോഡ് ചെയ്യുന്ന എന്താണ് തുരുമ്പിന്റെ ക്വാണ്ടിറ്റി കൂടുകയാണ് ചെയ്യുക. നമ്മൾ നിങ്ങളത് പഠിച്ചിട്ടുണ്ടാവും, നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ കെമിസ്ട്രി പഠിച്ചിട്ടുണ്ടോ? എഞ്ചിനീയറിംഗ് കെമിസ്ട്രിയിൽ പറയുന്ന കാര്യമാണ്. സ്റ്റീല് എപ്പോൾ കൊറോഡ് ചെയ്യുന്നോ അതിന് ചുറ്റും എന്ത് ചെയ്യും, കൊറോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ വോളി എക്സ്പാൻഡ് ചെയ്യാണ് ചെയ്യുക. സ്റ്റീൽ ബാറായിട്ടിരിക്കുന്നതിനേക്കാളും വോളിയം ആയിരിക്കും അത് പൗഡേർഡ് ഫോമിലേക്ക് എത്തുമ്പോൾ. വോളിയം കൂടുമ്പോൾ സംഭവിക്കും അവിടെ ക്രാക്കിംഗ് ഉണ്ടാവും. ക്രാക്കിംഗ് ഉണ്ടാകുമ്പോൾ പിന്നീട് അത് കൂടുതൽ വെള്ളവും ഓക്സിജൻ അതിൻ്റെ അകത്തോട്ട് കയറും. അത് പിന്നീട് വലിയ രീതിയിൽ കൊറോഷൻ നടക്കും. അങ്ങനെ ലാസ്റ്റ് നമ്മുടെ ആ ഫുൾ കവർ തന്നെ സംഭവിക്കും, അടർന്ന് താഴോട്ട് വീഴും. അതിന്റെ കൂടെ സ്റ്റീൽ ബാർസിന് വലിയ രീതിയിലുള്ള കേടുപാടുകൾ സംഭവിക്കും. ലാസ്റ്റ് ഒരു കൊളാപ്സിലേക്ക് എത്തും. അങ്ങനെ അതാണ് ഇതിന്റെ പ്രിൻസിപ്പിൾ. ഈ വാട്ടർ കോൺക്രീറ്റിന്റെ അകത്തോട്ട് കയറരുത് എന്ന് പറയുന്നതിന്റെ പ്രിൻസിപ്പിൾ അതാണ്. കൊറോഷനാണ് സ്റ്റീൽ ബാർസ് സംഭവിക്കാൻ പോകുന്നത്. പിന്നീട് വലിയ ക്രാക്കുകളിലേക്ക് നയിച്ചിട്ട് ലാസ്റ്റ് ഒരു കൊളാപ്സിലേക്കായിരിക്കും പോവുക. കാര്യം സ്റ്റീൽ ബാർസിന്റെ സ്ട്രെങ്ത് പോയാൽ കൊളാപ്സ് ആയിരിക്കും സംഭവിക്കുക. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വിയറിംഗ് കോട്ട് കൊടുക്കുന്നത്. അതൊരു 10 സെന്റിമീറ്റർ സിമെന്റ് കോൺക്രീറ്റ് വിയറിംഗ് കോട്ടാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. ചില അവസരങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ വിയറിംഗ് കോട്ട് ഇവിടെ സിമെന്റ് കോൺക്രീറ്റിന് പകരം നമ്മൾ സംഭവിക്കും ബിറ്റുമിൻ കോൺക്രീറ്റോ അല്ലെങ്കിൽ ബിറ്റുമിൻ മിക്സർ ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. സാധാ ടാർ യൂസ് ചെയ്തിട്ട് നമ്മൾ 10 സെന്റിമീറ്റർ വിയറിംഗ് കോട്ട് കൊടുക്കും. ഇവിടെ സിമെന്റ് കോൺക്രീറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാം. അപ്പൊ അതിന്റെ ലെങ്ത് എവിടം വരെ ഉണ്ടാവും, നമ്മുടെ അബട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു അബട്ട്മെന്റിന്റെ എൻഡ് തൊട്ട് മറ്റ് അബട്ട്മെന്റിന്റെ എൻഡ് വരെ ടോട്ടൽ സ്പാൻ 1.5 പ്ലസ് 0.4 പ്ലസ് 0.4 വരും ടോട്ടൽ ലെങ്ത്. അതായത് ലെങ്ത് 2.3 മീറ്റർ വരും. അതേപോലെ എന്ത് സംഭവിക്കും, ടോട്ടൽ വിഡ്ത്ത് നോക്കുമ്പോൾ അതും 4.8 മീറ്ററിൽ വരില്ല, 4 മീറ്ററിലേ വരുള്ളൂ. കാര്യം നമ്മുടെ റോഡ് വേന്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 4 മീറ്റർ ആണ്. അപ്പൊ നമ്മൾ റോഡ് വേന്റെ അവിടെ ആയിരിക്കും നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ വിയറിംഗ് കോട്ട് കൊടുക്കുക. അപ്പം അവിടെയാണല്ലോ കൂടുതൽ വാഹനങ്ങൾ പോവുള്ളൂ, റോഡ് വേ കൂടെയാണല്ലോ പോകുന്നത്. അപ്പൊ അതിന്റെ സൈഡിൽ മോസ്റ്റ്ലി സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും മണ്ണിട്ട് ഫില്ല് ചെയ്യും. അങ്ങനെയൊക്കെയാണ് നടത്തുക റോഡ് വേന്റെ രണ്ട് സൈഡിൽ. അപ്പൊ നിങ്ങൾക്ക് ഈ ഫിഗർ നോക്കിയാൽ, റൈറ്റ് സൈഡിൽ കാണുന്ന ഫിഗർ നോക്കിയാൽ മനസ്സിലാവും 4 മീറ്റർ ആണ് നമ്മുടെ റോഡ് വേ. ടോട്ടൽ വിഡ്ത്ത് 4.8 മീറ്റർ ആണ് സ്ലാബിന്റെ. അതിനകത്ത് 4 മീറ്റർ മാത്രം നമ്മൾ റോഡ് വേ ഉള്ളൂ. അപ്പൊ റോഡ് വേന്റെ മുകളിൽ മാത്രം നമ്മൾ വിയറിംഗ് കോട്ട് കൊടുക്കുന്നത്. അപ്പൊ എന്ത് സംഭവിക്കും, അതിന്റെ ഡയമെൻഷൻസ് നമുക്ക് കിട്ടി. ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 2.3 മീറ്ററും സ്പാൻ, വിഡ്ത്ത് പറയുന്നത് 4 മീറ്ററും തിക്നെസ് 10 സെന്റിമീറ്റർ ആണ്. അപ്പൊ അത് നമ്മൾ എഴുതുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് സിമെന്റ് കോൺക്രീറ്റ് 1:4 വിയറിംഗ് കോട്ട്. സിമെന്റ് കോൺക്രീറ്റ് 1:2:4 വിയറിംഗ് കോട്ട്.
ഒരു നമ്പേഴ്സ് ആണുള്ളത്. സ്പാൻ 2.3 മീറ്റർ സ്പാനിലുണ്ട്. 4 മീറ്റർ ആണ് വിത്ത്. റോഡ് വേന്റെ വിത്ത് 4 മീറ്റർ ആയതുകൊണ്ട് തിക്നെസ് 4.1 മീറ്റർ. ടോട്ടൽ മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് 0.92 മീറ്റർ ക്യൂബ് വരും. അപ്പൊ നമ്മൾ ഇത് എന്ത് കഴിഞ്ഞു? നമ്മൾ വിയറിംഗ് ഔട്ട് കഴിഞ്ഞു. ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ വിയറിംഗ് ഔട്ട് കഴിഞ്ഞ പിന്നെ നമുക്ക് ബാക്കിയുള്ളത് പോയിന്റിംഗ് വർക്ക്സ് ഉണ്ടാവും. പോയിന്റിംഗ് വർക്ക് എവിടെ ചെയ്യാം? ബ്രിക്ക് വർക്ക് വാളിൽ. എവിടേക്കാണ് ബ്രിക്ക് മേസന്റെ അനുസരിക്കുന്നത് അവിടെയൊക്കെ നമ്മൾ പോയിന്റിംഗ് വർക്കുകൾ ചെയ്യണം. അവിടെ പോയിന്റിംഗ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് സൈഡിലാണ് എക്സ്പോസ്ഡ് ആയിട്ടുള്ളത്? ഒരുപക്ഷെ നമുക്ക് രണ്ട് സൈഡും വേണമെങ്കിൽ എക്സ്പോസ്ഡ് ആണെന്ന് പറയാം. അതായത് ഇവിടെ മുതൽ ഏത് ലെങ്ത് നോക്കിയാൽ ഇത് ഔട്ടർ സർഫസ് എല്ലാം എക്സ്പോസ്ഡ് ആയിരിക്കും. ഇന്നർ സർഫസിനകത്ത് എല്ലാം എന്ത് സംഭവിക്കും? നമ്മൾ എന്തെങ്കിലുമൊക്കെ റോഡ് വെച്ച് ഫില്ല് ചെയ്യുന്നുണ്ടോ മെറ്റീരിയൽസ് ഒക്കെ, പക്ഷെ അതിന്റെ ഔട്ടർ സർഫസ് എല്ലാം എക്സ്പോസ്ഡ് ആയിരിക്കും ഈ നമ്മുടെ അബട്ട്മെന്റിന്റെ വിങ് ബോൾസിന്റെ. അപ്പൊ അതിന്റെ ടോട്ടൽ ലെങ്ത് കണ്ടുപിടിക്കാം. ഇങ്ങനെ ടോട്ടൽ ലെങ്ത് കണ്ടുപിടിക്കാം. ഇവിടെ മുതൽ ഇവിടം വരെ 1.2 മീറ്റർ വരും. പിന്നെ 0.4 മീറ്റർ, പിന്നെ 4.8 മീറ്റർ, അതേപോലെ. അപ്പം ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞത് വരുന്നത് നമുക്ക് എഴുതാം. പോയിന്റിംഗ് വർക്ക്സ് ബ്രിക്ക് മേസൺറി. പോയിന്റിംഗ് വർക്കിന്റെ ക്വാണ്ടിറ്റി എന്തായിട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്യാം? മീറ്റർ ക്യൂബ് അല്ല, മീറ്റർ സ്ക്വയർ ആണ്. കാര്യം ഒരു സർഫസിലാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് പോയിന്റിംഗ് വർക്ക്. അപ്പം പോയിന്റിംഗ് വർക്ക് എപ്പോഴും നമ്മൾ മീറ്റർ സ്ക്വയറിലാണ് നമ്മൾ ഇതിന്റെ ക്വാണ്ടിറ്റി എക്സ്പ്രസ് ചെയ്യുക. അപ്പം 1 നമ്പേഴ്സ് ആണുള്ളത് പോയിന്റിംഗ് വർക്ക് വിചാരിക്കാം. ടോട്ടൽ ലെങ്ത് കണ്ടുപിടിക്കണം. ലെങ്ത് എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? നമ്മളുടെ ടോട്ടൽ എക്സ്പോസ്ഡ് ഔട്ടർ സർഫസ് ഈ ഭാഗമൊക്കെ ഓപ്പൺ ആയിരിക്കും. 4.8 മീറ്റർ ഓപ്പൺ ആയിരിക്കും. പിന്നെ ഈ സൈഡ്, രണ്ട് സൈഡ് ഓപ്പൺ ആയിരിക്കും. അപ്പൊ 4.8 പ്ലസ് 1.2 പ്ലസ് 0.4. അപ്പോൾ 4.8 പ്ലസ് 2 ടൈംസ് 1.2 ഇൻറ്റു 0.4 ആണ് വരിക. 4.8 പ്ലസ് 2 ടൈംസ് 1.2 പ്ലസ് 0.4 നമുക്ക് 6.4 മീറ്റർ കിട്ടും. നമ്മളുടെ ടോട്ടൽ ലെങ്ത് 6.4 മീറ്റർ ആണ് ചെയ്യേണ്ടത്. ബ്രെഡ്ത്ത് വേണ്ട. കാര്യം എന്താണ്? നമ്മൾ വോളിയത്തിൽ എക്സ്പ്രസ് ചെയ്യുന്നത് മീറ്റർ സ്ക്വയറിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പം ചെയ്യേണ്ടത് ഇതിന്റെ ഹൈറ്റുമായിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ടോട്ടൽ ലെങ്ത് ഇൻറ്റു ഹൈറ്റ്. എന്നാലേ നമുക്ക് ഈ സർഫസുകൾ കിട്ടുള്ളൂ. അപ്പൊ സർഫസ് കിട്ടാൻ വേണ്ടിയിട്ട് ഹൈറ്റ് എന്ന് പറയുന്നത് ബ്രിക്ക് വാളിന്റെ ഹൈറ്റ് 1. എക്സ്പോസ്ഡ് ഹൈറ്റ് എത്രയെന്ന് നോക്കിയേ? 0.3 പ്ലസ് 1.3 മീറ്റർ ആണ്. പിന്നെ രണ്ട് സൈഡിലും ഉണ്ടാവുമായിരിക്കും, പക്ഷെ സ്റ്റിൽ നമ്മൾ ഹൈറ്റ് 1.3 മീറ്റർ എന്ന് എടുത്താൽ മതി. അല്ലെങ്കിൽ 1.5 മീറ്റർ എന്ന് എടുത്താലും കുഴപ്പമില്ല. കാര്യം രണ്ട് സൈഡിലും വിങ് വാൾസിന്റെ രണ്ട് സൈഡിലും 1.5 മീറ്റർ ഉണ്ടല്ലോ ഹൈറ്റ്. നമുക്ക് ടോട്ടൽ ലെങ്ത് വരുന്നത് 9.6 മീറ്റർ ക്യൂബ് വരും. 9.6 ആണ് വരിക. രണ്ട് സൈഡ് ഉണ്ട്, രണ്ട് വാൾസ് ഉണ്ട്. നമ്മളൊരു പോയിന്റിംഗ് വർക്ക് നമ്മൾ ഒരു വാളിന്റെ രണ്ട് വാളിന്റെ ചെയ്തപ്പം 19.2 മീറ്റർ ക്യൂബ് വരും പോയിന്റിംഗ് വർക്ക്. അപ്പൊ ഇതുവരെ മനസ്സിലായോ നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ? പോയിന്റിംഗ് വർക്ക് എങ്ങനെ എടുക്കുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായോ? ആർക്കും ഡൗട്ട് ഉണ്ടോ? ആർക്കും ഡൗട്ട് ഉണ്ടോ പോയിന്റിംഗ് വർക്ക് എടുത്ത കാര്യത്തിലൊക്കെ? സാന്ദ്ര? ഹലോ. പോയിന്റിംഗ് വർക്ക് എടുത്ത് മനസ്സിലായോ എങ്ങനെയാന്ന്? കുഴപ്പമില്ല സർ. നീതുലുണ്ടോ? നീതുൽ നിഖിലേഷ്? യെസ് സർ ഉണ്ട്. പോയിന്റിംഗ് വർക്ക് എടുത്ത് ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ? ആ സാറേ മനസ്സിലായി. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഓൾമോസ്റ്റ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് എന്ന് പറയാം. പിന്നെ ഇതിനകത്ത് വന്നിരിക്കുന്ന എക്സ്ട്രാ കാര്യങ്ങളുള്ളത് ഈ സൈഡിൽ കുറച്ച് പാരപ്പറ്റ് ഉണ്ട്. പാരപ്പറ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മളുടെ രണ്ട് സൈഡിലും നമ്മുടെ കലിങ്ങിന്റെ രണ്ട് സൈഡിലും നിങ്ങൾ ഒരു പാരപ്പറ്റ് അടിച്ചിട്ടുണ്ടാവില്ലേ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. അപ്പൊ അതാണ് അതിന്റെ എസ്റ്റിമേഷൻ ആണ്. അപ്പൊ അതും ബ്രിക്ക് വർക്കുള്ള തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഡീപ്പായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. പിന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ കേർബ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. നിങ്ങളുടെ നമ്മൾ ആളുകൾക്ക് നടക്കാൻ വേണ്ടി ഒരു ഫുട്പാത്ത് പോലെ നിർമ്മിക്കുന്നതാണ്. അപ്പം അതും എന്തെങ്കിലും പ്രത്യേകം ചോദിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അല്ലെങ്കിൽ നോർമലി ഒരു ബ്രിക്ക് വാൾ വെച്ചിട്ടുള്ള
കൾവേർട്ടിന്റെ എസ്റ്റിമേഷൻ ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ബാക്കിയുള്ളത് എന്താണ്? ഇതിന്റെ അബ്സ്ട്രാക്റ്റും കൂടി ബാക്കിയുണ്ട്. അപ്പോൾ നമ്മൾ അബ്സ്ട്രാക്ട് എഴുതുമ്പോൾ നമ്മൾ പഴയതുപോലെ തന്നെ ഓരോ മെറ്റീരിയൽസ് എഴുതുക, എത്ര ക്വാണ്ടിറ്റി എന്ന് എഴുതുക, യൂണിറ്റ് എഴുതുക, റേറ്റ് ക്വസ്റ്റിന് തന്നിട്ടുണ്ടാവും, മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. അപ്പൊ ഇതൊക്കെ അബ്സ്ട്രാക്റ്റ് ഒക്കെ പ്രത്യേകം ചോദിച്ചിട്ടുണ്ടെങ്കിൽ എഴുതിയാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ എഴുതിയാൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ അബ്സ്ട്രാക്ട് ഒരുപാട് സമയം എടുക്കില്ല. സ്റ്റിൽ നിങ്ങളൊരു അത്ര ഡീറ്റെയിൽ ആയിട്ട് വൃത്തിയിൽ ഇങ്ങനെ എഴുതാൻ നിൽക്കണ്ട, ചോദിച്ചിട്ടില്ല എങ്കിൽ. കാരണം നിങ്ങൾക്ക് എന്താ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനകത്ത് ടാക്ടിക്സ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റുള്ളൂ. കാര്യം ടൈം നല്ല ടൈറ്റ് ആയിരിക്കും. നിങ്ങൾക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് മാർഗം. ഒരുപാട് സമയം ഒരു ക്വസ്റ്റിന് കളയരുത്. ഇപ്പം നിങ്ങൾക്കറിയാലോ, ഒരു ക്വസ്റ്റിന് ഒരു ലിമിറ്റഡ് ടൈം നിങ്ങൾ വെക്കുക. ഇപ്പൊ 25 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾ ഒരു മാക്സിമം നിങ്ങൾക്ക് അതിന് കൊടുക്കാൻ പറ്റുന്നത് ഒരു 45 മിനിറ്റ്സ് കൊടുക്കുക. അങ്ങനത്തെ 2 ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ തന്നെ സംഭവിക്കും 1.5 മണിക്കൂർ പോകും. പിന്നെ ബാക്കിയുള്ള 1.5 മണിക്കൂർ ഉണ്ട് നിങ്ങൾക്ക് ബാക്കി 50 മാർക്സ്. അപ്പൊ എങ്ങനെയാണോ അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് അതിനനുസരിച്ച് മാത്രം നിങ്ങൾ ഓരോ ക്വസ്റ്റിനും എത്രത്തോളം എഴുതണമെന്ന് തീരുമാനിക്കുക. അപ്പൊ എല്ലാ ക്വസ്റ്റിനും എഴുതുക എന്നുള്ളതാണ് ബുദ്ധിപരമായി എടുക്കാം. എല്ലാ ക്വസ്റ്റ്യൻസ് മീൻസ് ടോട്ടൽ നിങ്ങൾക്ക് 6 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്നുണ്ടാവും. പാർട്ട് എ എന്ന് 2 ക്വസ്റ്റ്യൻ, പാർട്ട് ബി എന്ന് 2 ക്വസ്റ്റ്യൻ, പാർട്ട് സി എന്ന് 2 ക്വസ്റ്റ്യൻ. അപ്പോൾ മൊത്തത്തിൽ 6 ക്വസ്റ്റ്യൻസ് നിങ്ങൾ എഴുതുക എന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. കാരണം എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചാൽ ഒരു ക്വസ്റ്റ്യനിൽ നല്ല രീതിയിൽ മാർക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക. ഇവിടെ ഇപ്പം അബ്സ്ട്രാക്ട് പറഞ്ഞ പോലെ ഇങ്ങനെയാണ് അബ്സ്ട്രാക്ട് എഴുതേണ്ടത്. നമുക്ക് നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്. ടോട്ടൽ എഴുതിയിട്ട് ഒരു 5% നമ്മൾ കണ്ടിജൻസിക്ക് ആഡ് ചെയ്യുക. പിന്നെ നമ്മൾ റേറ്റ് പെർ റണ്ണിങ് മീറ്റർ സ്പാൻ എന്ന് പറഞ്ഞൊരു ഇതുണ്ടാവും. അതായത് ചിലപ്പോൾ അവർ ചോദിക്കും, നമ്മൾ നേരത്തെ റോഡ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, റോഡ് എസ്റ്റിമേഷൻ സമയത്ത് ഒരുപാട് കൾവേർട്ടുകൾ വരുന്നുണ്ട്. കൾവേർട്ട്സ് ആൻഡ് സ്മോൾ ബ്രിഡ്ജസ് എന്ന് പറഞ്ഞൊരു എസ്റ്റിമേഷൻ നമ്മൾ നടത്തണം. അപ്പൊ അങ്ങനത്തെ അവസരങ്ങളിൽ ഒരു റോഡിൽ ഒരുപാട് കൾവേർട്ട്സ് വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ടോട്ടൽ കൺവേർട്ടിന്റെ സ്പാൻ കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഇതേപോലെ ഒരു കൾവേർട്ടിന്റെ മാത്രം എസ്റ്റിമേഷൻ നടത്തിയിട്ട് നമുക്ക് കിട്ടും, ഒരു എമൗണ്ട് കിട്ടും. ആ ഗ്രാൻഡ് ടോട്ടൽ ഡിവൈഡ് ബൈ ഈ കൾവേർട്ടിന്റെ സ്പാൻ 1.5 മീറ്റർ ആണ്. അപ്പൊ നമുക്ക് 1 മീറ്റർ സ്പാനിലുള്ള കൾവേർട്ട് ഉണ്ടാക്കണമെങ്കിൽ എത്ര ആണ് എമൗണ്ട് എന്ന് കണ്ടുപിടിക്കുക. എന്നിട്ട് നമ്മൾ ടോട്ടൽ എല്ലാ കൾവേർട്ടിന്റെയും കൂടി സ്പാൻ കണ്ടുപിടിച്ചിട്ട് ടോട്ടൽ സ്പാനുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ റഫ് ആയിട്ട് എസ്റ്റിമേറ്റ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ റേറ്റ് പെർ റണ്ണിങ് മീറ്റർ സ്പാൻ കണ്ടുപിടിച്ചിരിക്കുന്നത്. അതായത് 1 മീറ്റർ സ്പാനിന് ഉള്ളൊരു കൾവേർട്ട് ഉണ്ടാക്കണമെങ്കിൽ ഇത്ര എമൗണ്ട് ആവും. അപ്പൊ അതുകൊണ്ട് തന്നെ ടോട്ടൽ ഒരു റോഡിൽ മൊത്തം 10 കൾവേർട്ട് ഉണ്ട്. ഓരോന്നിനും 2 മീറ്റർ സ്പാൻ ആണെങ്കിൽ മൊത്തം 20 മീറ്റർ സ്പാൻ വരും. അപ്പൊ നമ്മൾ 1 മീറ്റർ സ്പാനുള്ള കൾവേർട്ട് കണ്ടുപിടിക്കാനുള്ള ഒരു റഫ് എമൗണ്ട് കണ്ടുപിടിച്ചിട്ട് നമ്മൾ 20 ആയിട്ട് മൾട്ടിപ്ലൈ ആണ് നോർമൽ കേസുകളിലൊക്കെ നമ്മൾ റോഡ് എസ്റ്റിമേഷൻ കാര്യത്തിലൊക്കെ നമ്മൾ ചെയ്യുന്നത്. അതാണ് വേറൊരു എളുപ്പമാർഗം. അപ്പൊ നിങ്ങൾക്ക് ഒരു കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിൽ ഇതുപോലെയൊക്കെ ചെയ്യാം. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ കൾവേർട്ട് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ട് ആർക്കുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. ആർക്കും ഡൗട്ട് ഉണ്ടോ ഈ കൾവേർട്ട് ചെയ്തതിൽ? ഗോകുൽരാജ്, ഗോകുൽരാജ് ഉണ്ടോ കോളില്? ഗോകുൽ സുഗതൻ, നിങ്ങളാരും കോളില്ല. മനസ്സിലായോ എങ്ങനെയാ ചെയ്യുന്നത്? ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ. അങ്ങനെ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡ് ചെയ്യാം. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ചോദിക്കാം. സാർ ഒരു ഡൗട്ട് ചോദിക്കട്ടെ? ചോദിച്ചോ. അല്ല, ഞാൻ ഇപ്പം ഇതിന് കൾവേർട്ടിൻ്റെ അല്ല, ഞാൻ ഈ ലോങ് വോൾ ഷോർട്ട് വോളിൻ്റെ ഡൗട്ട് ചോദിച്ചോട്ടെ? എനിക്ക് ഇന്നലെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു സാർ. നമുക്കിപ്പോൾ എക്സാമിനൊരു പ്ലാൻ മാത്രമല്ലേ തരൂ? അതെ. അപ്പോൾ ഇതിൻ്റെ സെക്ഷനിലുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇല്ല. ഇപ്പോൾ വരാന്തൊക്കെ ഫൂട്ടിങ്, റൂമിൻ്റെ ഫൂട്ടിങ്ങിൻ്റെ അത്ര ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതുപോലത്തെ ഡീറ്റെയിൽ സാർ, വരാന്തേൻ്റെ ഫൂട്ടിങ് സാധാരണ റൂമിൻ്റെ ഫൂട്ടിങ്ങിൻ്റെ അത്ര ഉണ്ടാവില്ലല്ലോ. അത് സാധ്യത നമ്മൾ ചെയ്തൊരു ക്വസ്റ്റ്യനിലെ സ്പീക്കർ ഓഫ് ആകാം. നമ്മൾ ചെയ്ത ഫൂട്ടിങ്ങിൽ ഒരു ക്വസ്റ്റ്യനിൽ ഓർമ്മയില്ലേ, വരാന്തയിൽ 20 സെന്റിമീറ്റർ വാൾ ആണോ ഉള്ളത്. അപ്പൊ അതിന്റെ താഴെയുള്ള ഫൂട്ടിങ് ഡിഫറെന്റ് ആയിരിക്കും.
ബാക്കിയെല്ലാം 30 സെന്റിമീറ്റർ വോളം, അതിനനുസരിച്ച് ഫൂട്ടിങ് കൂടും. അവരതിനകത്ത് മെൻഷൻ ചെയ്യേണ്ടതാണ്. എന്താ ഇപ്പൊ ഡൗട്ട് എന്തോ? സാർ അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ചില്ലറ ഡീറ്റെയിൽസ് ഇല്ല. ഇപ്പോൾ ഈ സെക്ഷൻ എന്നെല്ലാം കിട്ടും. സെക്ഷൻ എന്തായാലും ക്വസ്റ്റ്യനിൽ തരൂലല്ലോ, അതിന്റെ ചെറിയ ഡീറ്റെയിൽസ് മാത്രമല്ലേ തരൂ? നമുക്കൊരു പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഓ, ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കാം. ആ ഓക്കെ സാർ. ഒറ്റ മിനിറ്റ്, 52 എവിടെയാണുള്ളത്? സൈറ്റ് ഓർമ്മയില്ലല്ലോ. സാർ ഗൂഗിൾ ക്ലാസ് റൂമിലുണ്ട്. അതെടുക്കാൻ പാടും. ക്ലാസ് റൂം ലോഡ് ചെയ്യാൻ കുറച്ച് പാടാണ് എന്ന് തോന്നുന്നു. അതെ, കാരണം നമുക്ക് വേഗം ആക്സസ് ചെയ്യാം. ഇത് 2019 കഴിഞ്ഞ കൊല്ലത്തെ. PCC 90 centimeter wide and 10 centimeter thick, foundation 80 by 75 centimeter deep, and basement 45 by 45, wall height 3 meter, all round lintel. എല്ലാം തന്നിട്ടല്ലോ, എല്ലാം കോമൺ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് വെച്ച് എങ്ങനെ വരയ്ക്കേണ്ടതെന്ന് അറിയാം? അഭിനവ്, ഇത് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ടല്ലോ. പക്ഷേ ഇതിന്റെ ചില ഇതുപോലത്തെ സംഭവം ഉണ്ടാവില്ല, പൊസിഷനിങ് എല്ലാം. അതൊക്കെ ഒരു ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ചോദിച്ചത്. എവിടെയൊക്കെയാണ് വരുന്നത്? ഇവിടെ ഇപ്പൊ എനിക്ക് തോന്നുന്നത് ത്രൂ ഔട്ട് സെയിം ഫൗണ്ടേഷൻ തന്നെ യൂസ്. ഈ വാൾസ് ഇല്ലാത്ത സ്ഥലത്ത് പോലും അതിന്റെ ബോട്ടത്തിൽ സെയിം ഫൗണ്ടേഷൻ തന്നെ. വേറെ മാറ്റമൊന്നും പറയുന്നില്ല. സർ, ഫൗണ്ടേഷൻ ഇപ്പൊ 80 സെന്റിമീറ്റർ വൈഡ് അല്ലേ? അത് മനസ്സിലായി, ഞാൻ വരച്ചു. എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? 90 centimeter thick PCC, 10 centimeter thick, 90 centimeter wide. എങ്ങനെ ഉണ്ടാവുമായിരിക്കും? 10, 90 PCC. അതിന്റെ മുകളിലോട്ട് ഫൗണ്ടേഷൻ 80 സെന്റിമീറ്റർ വൈഡ് ആൻഡ് 75 സെന്റിമീറ്റർ ഡീപ്പ്. അപ്പോൾ അതിന്റെ മുകളിൽ ഫൗണ്ടേഷൻ ഇത് 75 സെന്റിമീറ്റർ ആയിരിക്കും. ഇതുപോലെ ബ്രിക്ക് വാൾ എന്തെങ്കിലും ആയിക്കോട്ടെ. ഫൗണ്ടേഷൻ ഇത് 80 അല്ലേ? 80. പിന്നെ ബേസ്മെന്റ് അതിന്റെ മുകളിൽ 45 by 45. അതിന്റെ മുകളിൽ ബേസ്മെന്റ് ഇവിടെ 45, ഇവിടെ 45, ഇവിടെ 45. ഇങ്ങനെ ഇങ്ങനല്ലേ പറഞ്ഞിരിക്കുന്നത് ക്വസ്റ്റ്യനില്? നിങ്ങൾക്ക് വരയ്ക്കാവുന്നല്ലേ ഉള്ളൂ. പിന്നെ വാൾ ഹൈറ്റ് 3 meter. പിന്നെ വാളിന്റെ വിഡ്ത്ത് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? വിഡ്ത്ത് എത്ര പറഞ്ഞിരിക്കുന്നത്? വാളിന്റെ വിഡ്ത്ത് 30 ആയിരിക്കണം. മനസ്സിലായി എങ്ങനെ വരയ്ക്കുന്നതെന്ന്? മനസ്സിലായി സാർ. ഇത് തന്നെയാണ് ചോദിച്ചത്, എങ്ങനെയാണ് വരയ്ക്കുന്നതെന്നാണ് ചോദിച്ചത്. ഇതിന്റെ പൊസിഷനിങ് അല്ലായിരുന്നു, പിന്നെ ഇപ്പൊ ക്ലിയർ ആയി സാർ. ഓക്കെ, ഓരോന്നിന്റെ ടെർമിനോളജി കറക്റ്റ് ഓർത്ത് വെക്കുക, ഏതൊക്കെയാണ്. ഇപ്പൊ PCC എന്ന് പറയുമ്പോൾ താഴത്തേന്ന് ഓർക്കുക, പിന്നെ ഉള്ള ഫൗണ്ടേഷൻ, പിന്നെ ഉള്ളത് ബേസ്മെന്റ്, അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, മനസ്സിലായോ അഭിനവ്? റെസ്പോണ്ട് ചെയ്യാനും. മനസ്സിലായി സാർ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പിന്നീട് ചോദിച്ചാൽ മതി. തൽക്കാലം നമുക്ക് ഈ ക്ലാസ് കൺട്രോൾ ചെയ്യാം.